ചോദ്യം ഇതാണ്, ഒരു മട്ടത്രികോണത്തിന്റെ രണ്ട് കോണുകൾ തുല്യമായ ആ തുല്യമായ കോണുകളുടെ അളവ് എത്ര എന്നുള്ളതാണ്. നമ്മൾ ഇവിടെ ഒരു ത്രികോണം വരച്ചിട്ടുണ്ട്, എ ബി സി എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി വരച്ചതാണ്. ഇത് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഒരു 1 മിനിറ്റ് പോലും സമയം ആവശ്യമില്ല. ഓക്കെ, മട്ടത്രികോണം എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം, അതിൻ്റെ ഒരു കോണിൻ്റെ അളവ് എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഈ ഒരു കോണ് 90 ഡിഗ്രി ആയിരിക്കും. പിന്നെ ഒരു ത്രികോണത്തിൻ്റെ അകത്തുള്ള 3 കോണുകളും കൂടി കൂട്ടിയാൽ എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും കിട്ടുക. ഇത് നമുക്കറിയാം. അപ്പോൾ 180 നിന്നും 90 കുറച്ചാൽ എത്രയാണ്? 180 മൈനസ് 90 ഡിഗ്രി നമ്മൾ എടുത്താൽ 90 ഡിഗ്രിയാണ് ഈ രണ്ട് കോണുകളുടെയും കൂടെ അളവ് വരേണ്ടത്. ഈ രണ്ട് കോണുകളും തുല്യമാണെന്നാണല്ലോ തന്നത്. രണ്ട് കോണുകളുടെയും കൂടെ അളവ് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു കോണിൻ്റെ അളവ് എത്രയായിരിക്കും? 90/2 ആയിരിക്കും. 90/2 എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി ആയിരിക്കും ഒരു കോണിൻ്റെ അളവ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി ഇതേപോലെ തന്നെ ഒരു മട്ടത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ കോൺ എത്രയാണെന്ന് ചോദിച്ചാലും ഇതേ ഉത്തരം തന്നെയാണ് കിട്ടുക. എന്താണെന്ന് വെച്ചാൽ ഒരു മട്ടത്രികോണത്തിൻ്റെ ഇത് കർണം, ഇത് പാദം, ഇത് ലംബം, എന്തായാലും ഒരു തുല്യമായി വരാൻ സാധ്യതയുള്ള രണ്ട് വശങ്ങൾ എപ്പോഴും പാദവും ലംബവും മാത്രമായിരിക്കും. അപ്പോൾ പാദത്തിൻ്റെയും ലംബത്തിൻ്റെയും അളവ് തുല്യമാണെങ്കിൽ ഇതിൻ്റെ എതിരായിട്ട് വരുന്ന, അതായത് ഈ ഒരു വശത്തിൻ്റെ എതിരായി വരുന്ന ഈ കോണും ഈ വശത്തിൻ്റെ എതിരായി വരുന്ന ഈ കോണും തുല്യമാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് നോക്കിയാലും ഈ രണ്ട് കോണുകളും തുല്യമായിരിക്കും. രണ്ട് കോണുകളും തുല്യമാണെങ്കിൽ ആ ഒരു കോണിൻ്റെ അളവ് എപ്പോഴും 45 ഡിഗ്രി ആയിരിക്കും.